നീ ആരെയാ കൂടെ കൊണ്ടുവന്നത്? അറ്റ്ലീസ്റ്റ് അമ്മയുടെ റെപ്യൂട്ടേഷനെ കുറിച്ച് ചിന്തിച്ചുകൂടായിരുന്നു നിനക്ക്? ഇതെന്റെ ഫിയാൻസിയാണ്. എന്റെ ഭർത്താവ് ഇംപീരിയൽ ഹോട്ടലിന്റെ മാനേജറാണ്. അദ്ദേഹം അമ്മയ്ക്ക് ഗോൾഡൻ ഫ്രെയിമിൽ ഡയമണ്ട് പതിപ്പിച്ച കണ്ണടയാണ് ഗിഫ്റ്റ് ചെയ്തത്. ഐ എം ഷുവർ നിന്റെ ഈ പിച്ചക്കാരൻ ഫിയോൻസെ ബലൂൺ അല്ലാതെ വേറൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അമ്മയുടെ കാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഹീറോയിൻ യൂസ് ചെയ്ത ഒരു ഇയറിംഗാ ഞാൻ കൊണ്ടുവന്നത്. 10 പൈസയ്ക്ക് വകുപ്പില്ലാത്ത നീ നിന്റെ ചോർ ബസാർ ആണെങ്കിൽ കൊണ്ട് വന്നേക്കുന്നു. ആ വലിയ വാർത്തയുടെ സമയമായി. ഇന്നലെ രാത്രി സൂപ്പർ സ്റ്റാർ ഹീറോയിൻ മേനകയുടെ ഏർണിംഗ് 100 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റു. 10 ലക്ഷം എന്ന് കേട്ട നിമിഷം തന്നെ നിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നല്ലോ. ആ പെണ്ണുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നേ? ഒപ്പിടാൻ നോക്കാണോ? പണം കൊടുക്ക്. ഒന്നുകിൽ ഈ പാർട്ടിയുടെ മുഴുവൻ ബില്ലും നീ അടയ്ക്കണം, അല്ലെങ്കിൽ ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടണം. അപ്പോഴാണ് മാനേജർ ഇഷാന്റെ കയ്യിൽ നിന്ന് ബിൽ തിരികെ വാങ്ങി കാമിനിയെ ഞെട്ടിച്ച ഒരു കാര്യം പറഞ്ഞത്. നിങ്ങളുടെ മരുമകൻ മിസ്റ്റർ ഇഷാൻ ഈ ഹോട്ടലിന്റെ ബില്ലടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഹോട്ടലിന്റെ ഉടമ അദ്ദേഹം തന്നെ. ഇവന്റെ അച്ഛൻ തെരുവില് എന്റെ അച്ഛന്റെ ചെരുപ്പ് പോളിഷ് ചെയ്തിരുന്ന ആളാ. ഇവന്റെ അമ്മയ്ക്ക് ഇവന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പോലും പണം ഉണ്ടായിരുന്നില്ല. ഇവന് ഭക്ഷണം കൊടുത്തിരുന്നത് പോലും ഞാനാ. ഇതുവരെ ഞാൻ മാന്യമായിട്ടാ നിന്നോട് പെരുമാറിയത്. പക്ഷെ ഇപ്പൊ നിന്റെ യഥാർത്ഥ സ്ഥാനം കാണിക്കേണ്ട സമയം വന്നിരിക്കുന്നു. ഒന്ന് നിൽക്ക്. രാജീവ് സിൻഹയ്ക്ക് എല്ലാ വലിയ പ്രൊജക്ടുകളും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ വാക്ക് ഞാൻ പിൻവലിക്കുന്നു. ഇന്നു മുതൽ അവന്റെ എല്ലാ പ്രൊജക്ടുകളും ഉടൻ നിർത്തിവെക്കൂ. ഇപ്പൊ തന്നെ അവനെ തടയൂ. അവൻ പറയുന്നത് സത്യമാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ തകരും. ഹലോ, അസാനി എന്റർപ്രൈസസ് ആൻഡ് ഇൻഡസ്ട്രീസ്. കോടികളുടെ സമ്പത്തും ആസ്തിയും ആയിരക്കണക്കിന് ആളുകളുടെ ഭാവി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഈ ബിസിനസ്സിന് ഒരു അവകാശമില്ല. നിങ്ങൾ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ട സമയം. ഒരു ബന്ധം നിലനിർത്താൻ മാത്രമല്ല, ഈ പേര്, ഈ പാരമ്പര്യം നിലനിർത്താൻ കൂടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മേത്ത ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്, ലാവ്നി എന്റർപ്രൈസസ് ഇവരുടെ ഫയലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആദ്യം എനിക്ക് ഒരു ഭിക്ഷക്കാരന്റെ വേഷം, കൂടാതെ 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക്. എന്തിനു സർ? എന്താ സംഭവിച്ചത്? അതൊക്കെ നിനക്ക് സമയമാകുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ചെയ്. ശരി സർ. ലോകം മുഴുവൻ എൻ്റെ ഉള്ളം കയ്യില. പക്ഷേ എന്റെ ലോകം ഈ മോതിരത്തില, ഈ റിങ്ങില്. ഈ ഡിസൈനെ അല്ല, എന്റെ മനസ്സിന്റെ സത്യസന്ധതയെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് കണ്ടുപിടിക്കണം. ഈശ്വരനെ ഓർത്ത് ഒരു നേരത്തിനുള്ള ഭക്ഷണത്തിനുള്ള പണം തരൂ. എന്നോട് കരുണ കാണിക്കേ. എന്തെങ്കിലും തരൂ. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട്. ഇത് നേഹയല്ലേ? HR ഡിപ്പാർട്ട്മെന്റിലുള്ള ഇവൾക്കൊക്കെ ഞാൻ നല്ല സാലറി കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ മനസ്സിന്റെ സ്കോർ കാർഡ് 0 ആണ്. മിണ്ടി മിണ്ടി, ഇവിടേക്ക് വന്നേ. നോക്ക് നോക്ക് നോക്ക്, ഇത് അവനല്ലേ? അയ്യോ അതെ, ഇതവൻ തന്നെയാ. അതെ, ഇതാണ് ഈ ഭിക്ഷക്കാരൻ. വാ വാ, അല്ലെങ്കിൽ അവൻ നമ്മളോടും പണം ചോദിക്കും. വാ. ആ നിന്റെ മുഖം, നിന്റെ ആ കുസൃതിയുള്ള കണ്ണുകള്, ദൈവമേ എന്തൊരു അത്ഭുതമാണിത്. എക്സ്ക്യൂസ് മീ, എനിക്ക് നല്ലോണം വിശക്കുന്നു. കുറച്ച് പണം തരാമോ പ്ലീസ്? ഓഫ് കോഴ്സ്. ഇതാ. ആ, 200 രൂപയോ? അയ്യോ എന്റെ തെറ്റാ. ഇന്നത്തെ കാലത്ത് 200 രൂപ കൊണ്ട് എന്ത് കിട്ടും? 1 മിനിറ്റ്. ഇതാ.
ഇതിൽ കൂടുതലൊന്നും തരാൻ കഴിയില്ല. ബാക്കിയെല്ലാം ഹോസ്റ്റൽ ഫീസാ. ബൈ. ഒരു മിനിറ്റ്. പറയൂ. ഇത് തനിക്കാ. ഇതെന്താ? തന്റെ നല്ല പ്രവൃത്തിയുടെ ഫലം. നീ എന്താ എന്നെ കളിയാക്കിയതാണോ? നിന്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടെങ്കിൽ... അല്ല അല്ല, നീ തെറ്റിദ്ധരിക്കുക. ആരോ ഇത് എന്റെ പാത്രത്തിൽ ഇട്ടതാ. ഇതുകൊണ്ട് എനിക്ക് ഉപയോഗമൊന്നുമില്ല. ഓ, ആരോ നിന്നെ കളിയാക്കാൻ ചെയ്തതാകും ഇത്. ഈ ബാങ്ക് എനിക്കറിയാം. ഇവിടെ നിന്ന് പണം പിൻവലിക്കാൻ സിഇഒയുടെ സൈൻ വേണം. റാണി എന്റർപ്രൈസസും എനിക്ക് നന്നായി അറിയാം. ഈ ചെക്ക് ഫേക്കാ. ഒരു മിനിറ്റ്. അമ്മേ, ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ സ്വീറ്റ് അമ്മയ്ക്ക് ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ. താങ്ക് യു മോളെ. എന്റെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ സമയത്തിന് തന്നെ എത്തണം കേട്ടോ. ലഞ്ച് ടൈമിന് മുമ്പ് എത്തണം. എന്റെ ചേച്ചിയും ഭർത്താവും വരുന്നുണ്ട്. ശരി മാം, ഞാൻ സമയം പോലെ എത്താം. പിന്നെ മോളെ, ഞാൻ അവസാനമായിട്ട് നിന്നോട് ചോദിക്കാം, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കൂടെ കൊണ്ടുവരൂ, ഓക്കെ? അല്ലെങ്കിൽ നമ്മുടെ സർപ്പഞ്ചിയുടെ മകനില്ലേ ജയരാജ്, അവനെ നീ അറിയല്ലോ. അവൻ നിന്നെ വിവാഹം കഴിക്കാൻ റെഡിയാണ്. അവൻ വലിയ പണക്കാരനാ. അവരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. നമ്മൾക്ക് പിന്നെ എന്ത് വേണം അല്ലേ? എന്താ അമ്മ, ഇന്ന് വീണ്ടും തുടങ്ങിയല്ലേ? എപ്പോ കണ്ടാലും ഇത് തന്നെ പറയാനുള്ളൂ. ഇത് വല്ല ബർത്ത്ഡേ കേക്കുവാണോ ഓർഡർ ചെയ്തെടുക്കാൻ? ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിവാഹം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. നീ ഇങ്ങോട്ട് വാ, വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം, ഓക്കെ? ശരി അമ്മ. പക്ഷെ അമ്മേ അമ്മേ, ആ ജയരാജനെ പോലെയുള്ള ലൂസറിനൊപ്പം ഞാൻ മണ്ഡപത്തിലിരിക്കില്ല. ഒരിക്കലും ഇരിക്കില്ല. ഹായ്, നീ എന്റെ ഫേക്ക് ബോയ് ഫ്രണ്ട് ആകാമോ? എന്ത്? നീ എന്റെ ഫേക്ക് ബോയ് ഫ്രണ്ട് ആകാമോന്ന്? ഫേക്ക് ബോയ് ഫ്രണ്ടോ എന്ന് വെച്ചാൽ? അതൊക്കെ വിട്ടേക്ക്. ഫ്രീ ആയിട്ടല്ല, നിനക്ക് 5000 കിട്ടും. പിന്നെ ഔട്ട്ഫിറ്റും ആറ്റിറ്റ്യൂഡും ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. സോ ഡീൽ ഓക്കെ ആണോ? സമ്മതിക്ക ചേട്ടാ, പ്ലീസ് ഒന്ന് സമ്മതിക്കുക. ചേട്ടാന്നോ? ഒരു സെക്കൻഡ്, ഞാൻ നിന്റെ ചേട്ടനല്ല. ആദ്യം ചേട്ടൻ, പിന്നെ ചേട്ടത്തി. മാഡം, എനിക്കിതൊന്നും പറ്റില്ല, സോറി. കേൾക്ക് പ്ലീസ്, എന്നെ സഹായിക്കുക പ്ലീസ് പ്ലീസ്. ഈ ഫേക്ക് ബോയ് ഫ്രണ്ട് എന്താ? ആ ബോളിവുഡ് സിനിമ ഓർമ്മയില്ലേ? അതിലെ ഹീറോ ഒരു ദിവസം ചീഫ് മിനിസ്റ്റർ ആയിട്ട് അഭിനയിക്കും. അതുപോലെ നീ ഒരു ദിവസം എൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കണം. ഇന്നെൻ്റെ അമ്മയുടെ ബർത്ത്ഡേയാ. അതുകൊണ്ട് എനിക്കൊരു ഫേക്ക് ബോയ് ഫ്രണ്ടിനെ കൊണ്ടുപോകണം. ഇല്ലെങ്കിലേ അമ്മ എന്നെ ഏതോ പണക്കാരൻ തട്ടിപ്പുകാരനോട് വിവാഹം കഴിപ്പിക്കും. ദാറ്റ്സ് ദ പ്രോബ്ലം. അപ്പോ ഹെൽപ്പ് ചെയ്യൂ. ശരി, വെരി ഗുഡ്. എടാ പൊട്ട, നീ ഇത്ര എക്സൈറ്റഡ് ആവണ്ട. ശ്രദ്ധിക്കേ, അവൾ പറഞ്ഞത് ഫേക്ക് ബോയ് ഫ്രണ്ട് ആണെന്നാണ്. ഹലോ, എക്സ്ക്യൂസ് മീ. നീ ഫേക്ക് ബോയ് ഫ്രണ്ട് ആണ്, വെറും അഭിനയം. എന്റെ അവസ്ഥയെ മുതലെടുക്കാൻ നോക്കണ്ട നീ. ഒരു മിനിറ്റ്, എന്റെ അവസ്ഥയെ നീയാണ് ഉപയോഗിക്കുന്നത്. പിന്നെന്താ? ഞാൻ ഫേക്ക് ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ ഓക്കെ, ശരി. പക്ഷേ നിന്റെ അമ്മയ്ക്ക് മുൻപിലല്ല. അതുകൊണ്ട് ഞാൻ ഫേക്ക് അല്ല, റിയൽ ബോയ് ഫ്രണ്ട് ആണെന്ന് തന്നെ വിശ്വസിപ്പിക്കണം. കൈ പിടിക്കാൻ പെർമിഷൻ ഉണ്ടല്ലോ അല്ലേ? കാരണം നമ്മൾ 2 വർഷമായി ഭയങ്കര പ്രണയത്തിലാണെന്ന് നീ പറഞ്ഞില്ലേ, ശരിയല്ലേ? അതെ, ഓക്കെ, ഞാൻ പെർമിഷൻ തന്നിട്ടുണ്ട്. പക്ഷെ അതിന് കിടക്കണ്ട, അധികം ക്ലോസ് ആകാൻ ശ്രമിക്കണ്ട. ഞാൻ അങ്ങനെയുള്ള പെൺകുട്ടിയല്ല. പിന്നെ എനിക്കൊരാളെ ഓൾറെഡി ഇഷ്ടമാണ്. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ തേടിപ്പോയതാ ഞാൻ. ഇവൾക്ക് ഇപ്പൊ എന്നോട് ക്രഷാണോ? ആരാ അവൻ? അവൻ തന്നെ, ദ കാർ ഗുരു, ഇഷാൻ അസ്രാനി, ഫൗണ്ടർ ആൻഡ് സിഇഒ ഓഫ് അസ്രാനി എന്റർപ്രൈസസ്.
അവൻ. ഓ യെസ്, സോറി. നീ ഒരു ഭിക്ഷക്കാരനല്ലേ, നിനക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ പ്രശ്നമില്ല, അവനെ ആരും നേരിൽ കണ്ടിട്ടില്ല. പക്ഷെ ലോകം മുഴുവൻ അവനെക്കുറിച്ച് അറിയാം. നിനക്കറിയോ, വെറും 18 വയസ്സിൽ തന്നെ എഞ്ചിനീയറിംഗിൽ ഏറ്റവും ഉയർന്ന നേട്ടം നേടിയ ആളാ. സ്വന്തം എഞ്ചിനീയറിംഗിലൂടെ ലോകത്തിലെ ഏറ്റവും വേഗവും സുരക്ഷിതവുമായ കാർ ഡിസൈൻ ചെയ്തത് അവനാ. അതുമാത്രമല്ല, 22-23 വയസ്സാകുമ്പോഴേക്കും എല്ലാ കാറുകളും അവൻ തന്നെ ഡിസൈൻ ചെയ്തത്. സ്റ്റൈലിഷ് കാറുകളെല്ലാം അവൻ തന്നെ ഡിസൈൻ ചെയ്യും. ഒരു അബ്സല്യൂട്ട് ജീനിയസ്, എന്റെ ഹീറോ. പിന്നെ നിനക്കറിയോ, ലക്ഷറിയും സ്പോർട്സ് കാർ സെഗ്മെന്റിലെ അവരുടെ കാറുകൾക്കായിട്ട് ലോകം മുഴുവൻ കാത്തിരിക്കുക. ഓ ആണോ? പക്ഷെ ഏറ്റവും നല്ല കാര്യം അറിയാമോ, ആ മനുഷ്യൻ തന്റെ വർക്കിന്റെ മുഴുവൻ ക്രെഡിറ്റും തന്റെ ടീമിനും ഫാക്ടറിയിലെ തൊഴിലാളികൾക്കും തന്നെ കൊടുക്കുന്നത്. ഹൗ സ്വീറ്റ്. അതാണ് എന്റെ ആദ്യ പ്രണയം. വൺ സൈഡഡ് ആണ്, പക്ഷെ പ്രശ്നമൊന്നുമില്ല. സ്നേഹം എപ്പോഴും സ്നേഹം തന്നെയാണല്ലോ, അല്ലേ? സ്നേഹമാണ്. അതുകൊണ്ട് ഒന്ന് ദൂരം പാലിക്കണം. ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്താൽ മതി, ഓക്കെ? ഓ ശരി, ഇത്ര ദൂരം മതിയോ? അയ്യോ, ഞാൻ ചോദിച്ചില്ല, നിന്റെ പേരെന്താ? ഞാൻ ചോദിച്ചില്ലല്ലോ, നിന്റെ പേരെന്താ? ഇഷാൻ. അവസ്ഥി. ഇഷാൻ അവസ്ഥി. ഓക്കെ, അപ്പൊ ഇനി ലക്ഷ്മൺ രേഖ വരച്ചു കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇനി നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോവാം. അമ്മയുടെ ബർത്ത്ഡേ അല്ലേ? ശരി, പോവാം. ഹലോ ഷേർലി, 2 കോടി രൂപയുടെ ഒരു ഗിഫ്റ്റ് റെഡിയാക്ക്. ആശാ സിംഗിന്റെ പേരിൽ. അതും ഇന്ന് തന്നെ റായ് ബെർലിയിൽ എത്തണം. ഓക്കെ? ഭയ്യ, മണിപ്പൂരി കോളനി വരെ പോകാമോ? ഗ്രേറ്റ്. അയ്യോ കേൾക്ക്, ഒരു കാര്യം തരാൻ മറന്നു. ഇതാ, ഈ 10,000 വാങ്ങിക്ക്. ഞങ്ങളുടെ കുടുംബത്തിലൊരു ആൺകുട്ടി ആദ്യമായിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഗിഫ്റ്റ് കൊടുക്കും. അതിനു വേണ്ടിയാ, സൂക്ഷിച്ചു കൊടുക്കണം. നോക്ക്, ഇന്ന് നീ വളരെ സുന്ദരിയായിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്, ഓർമ്മയുണ്ട്. എൻ്റെ പേര് ഇഷാൻ അവസ്ഥി. എൻ്റെ അച്ഛൻ ഡൽഹിയിലെ ഒരു പ്രമുഖ ബിസിനസ്സുകാരന്. ഞങ്ങൾ ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് നടത്തുന്നത്, വലിയ ബിസിനസ്. പക്ഷെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്. പ്ലീസ് ക്യാരി ഓൺ. ഇരിക്കട്ടോ. ആശ ഡാർലിംഗ്, ഹാപ്പി ബർത്ത്ഡേ. ഹേയ്, താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്, നീ ഭയങ്കര ഹാപ്പി ആണല്ലോ. സത്യം പറ, എന്താ കാര്യം? എന്റെ ചെറിയ മകള് വലിയ കുട്ടിയായി. എന്താ സംഭവിച്ചെന്ന് പറ. രാവിലെ സംസാരിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല, പക്ഷെ പിന്നീട് വിളിച്ച് തന്റെ കൂടെ ഒരാളെ എന്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വാവ്, സീരിയസ്ലി? ഹാപ്പി ബർത്ത്ഡേ ആശാമ്മ. നീ ദീർഘായുസ് നേരട്ടെ. ഗോഡ് ബ്ലസ് യു. ആശാമ്മ 100 വയസ്സ് വരെ ജീവിക്കട്ടെ. താങ്ക് യു. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്. അയ്യോ, താങ്ക് യു. 50,000 ആണ്. 50,000? ഇത്രയധികം ഞാനിത് എങ്ങനെ എടുക്കും? കൂടാതെ 1 രൂപ ശകുനമായിട്ടും. ഓഹോ, താങ്ക് യു. ആശാമ്മ, ഇനി എനിക്കുള്ളതെല്ലാം നിങ്ങളുടേതാ. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കണ്ട. പിന്നെ ജിയ എവിടെയാ? കാണുന്നില്ലല്ലോ. അവള് വരുന്നുണ്ട്, ഓൺ ദ വേ. അവളൊരാളെ കൊണ്ടുവരുമെന്നാ പറഞ്ഞത്. ബോയ് ഫ്രണ്ട് ആകും. അത് പിന്നെ ഒരു ഫ്രണ്ട്. അവള് കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെയാ വരുന്നത്, അല്ലേ? അവരുടെ കൂടെയാ വരുന്നത്. മോനെ, അവിടെ പോയി നോക്ക്. നിനക്ക് വേണ്ടി സ്വർണം കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്ത ഒരു വലിയ ബൂന്തി ലഡു എടുത്തു വെച്ചിട്ടുണ്ട്. പോയി നോക്ക്, എൻജോയ്. നീ എന്താടി ചെയ്തത്? സോറി. ഹായ് അമ്മേ. അയ്യോ ജിയ, എന്റെ ചക്കരെ. ഹാപ്പി ബർത്ത്ഡേ മമ്മ. താങ്ക് യു. ഇഷാൻ, ഹലോ ആന്റി. വാവ്, നല്ല മസിൽ. ഞാൻ ഇവനെ ഒന്ന് റോസ്റ്റ് ചെയ്യട്ടെ.
കൺട്രോൾ യുവർ സെൽഫ്. നിന്റെ മകന്റെ പ്രായമാണ് അവന്. നിനക്കിപ്പോഴും ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് കരുതി ഞാൻ എന്ത് ചെയ്യണം? മോനെ, നീ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ആൻറ്റി, എൻ്റെ അച്ഛൻ ഡൽഹിയിലെ വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹം. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഇമ്പോർട്ട് എക്സ്പോർട്ട് സ്റ്റാർട്ടപ്പ് നടത്തുക. അതിൽ നിന്ന് വർഷം ഏകദേശം 7 ലക്ഷം വരെ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റ മോനാണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് രാവും പകലും ഷോപ്പിംഗ് ആണ് പണി. അമ്മ ഷോപ്പിംഗ് പോകുന്നോ? അപ്പൊ നീ വലിയ കുടുംബത്തിൽ നിന്നുള്ളതാണല്ലേ. നിന്റെ അമ്മ ലക്കിയാണല്ലോ. രാവും പകലും ഷോപ്പിംഗ്. വാവ് വാവ്. ഇത് നിങ്ങൾക്കുള്ളതാ. അയ്യോ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നീ വന്നത് തന്നെ സന്തോഷം. ഗിഫ്റ്റും കൂടി. ഏയ് ജയരാജ്, ഇവിടെ വാ. ഇത് ജയരാജ്, നമ്മുടെ സർപഞ്ചിയുടെ ചെറുമകൻ. വലിയ പണക്കാരനാ. ഇന്ന് തന്നെ എനിക്ക് 50,001 രൂപ ശകുനായിട്ട് തന്നു. ജിയ, വായ തുറക്ക്. തുറക്ക്. ഇത് നമ്മുടെ വെഡ്ഡിംഗ് ലഡു ആണ്. വെഡ്ഡിംഗ് ലഡു. അമ്മേ, കാര്യങ്ങൾ അങ്ങനെയല്ല. മമ്മിജി, എനിക്ക് 3 കാറുകളുണ്ട്. ഒന്ന് അച്ഛൻ ഓഫീസിലേക്ക് പോകാനെടുത്തു, ഒന്ന് അമ്മ പാർലറിലേക്ക് പോകാനെടുത്തു, മൂന്നാമത്തേത് എൻ്റേതാണ്. അത് ഇന്നെൻ്റെ അനിയത്തി ഫ്രണ്ടിന്റെ പാർട്ടിക്ക് കൊണ്ടുപോയി. ഒരു മിനിറ്റ്. കള്ളൻ കൈയോടെ പിടിക്കപ്പെട്ടു. പിടിച്ചു. നീ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് താൻ ഒറ്റ മകനാന്ന്? പിന്നെ ഈ അനിയത്തി ആകാശത്തുനിന്ന് പൊട്ടി വീണോ ഇപ്പോ? അമ്മേ, പിന്നെ അവൻ സത്യം തന്നെയാ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് അവരുടെ അർഹമായ ഐഡന്റിറ്റി കിട്ടാറുണ്ടോ? ആശാമ, ഇവര് രണ്ടുപേരും ചേർന്ന് കള്ളം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുക. നീ എന്നോട് കള്ളം പറഞ്ഞോ? ദൈവമേ, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ ഇങ്ങനെ ഒരു മകളെ എനിക്ക് തന്നത്? എല്ലാവരുടെയും മുന്നിൽ നീ എന്നെ അപമാനിച്ചില്ലേ? പ്ലീസ് ഒന്ന് നിർത്തമ്മേ. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ അല്ലേ. ഞാൻ അമ്മയെ പറ്റിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിശ്വസിക്ക്, ഞാൻ സത്യം തന്നെയാ പറയുന്നത്. പ്ലീസ് അമ്മേ. അപ്പൊ സത്യം പറ, ഈ വലിയ ബിസിനസ്സുകാരന്റെ മകൻ നിന്നെ എന്തിന് രക്ഷയിൽ കൊണ്ടുവന്നത്? അവൻ സത്യം തന്നെയാണ് പറഞ്ഞത്. അവന്റെ അനിയത്തി. മതിയാക്കൊന്ന്. ഇന്ന് സത്യം എന്താണെന്നും കള്ളം എന്താണെന്നും എല്ലാം അറിയും. ഗ്രേറ്റ്. ഇന്ന് എല്ലാവർക്കും ഡിന്നറിന് കടായി പനീർ കിട്ടും. കാരണം ഇവന്റെ കള്ളങ്ങൾ ഓരോന്നായി പിടിക്കപ്പെടുകയാ. ശരി, എല്ലാം പോട്ടെ. സത്യം എന്താന്ന് വെച്ചാ? അതെ, സത്യം പറ. നിനക്ക് എത്ര കാറുണ്ട്? അത് ഞാൻ ഇതുവരെ എണ്ണിയിട്ടില്ല. ഒരുപാടുണ്ട്. 1000-ൽ കൂടുതലുണ്ടാവും. എന്ത്? വാവ്. മുൻപേ പറഞ്ഞു 3 എണ്ണം. ഇപ്പൊ പറയുന്നു അവൻ എണ്ണിയിട്ടില്ലെന്ന്. കള്ളം പറയുന്നതിനും ഇല്ലടാ ഒരു പരിധി. നിന്റെ കള്ളങ്ങൾ കേട്ടാലേ ഡിറ്റക്ടർ പോലും റിസൈൻ ചെയ്യും. എന്റെ സത്യം കേട്ടാ നിന്റെ ലൈഫ് തന്നെ ലോഗൌട്ട് ആവും. എന്റെ പാർക്കിംഗ് ബില്ല് പോലും നിന്റെ ബാങ്ക് ബാലൻസിനേക്കാളും കൂടുതലാ. കള്ളങ്ങളോ? ബ്രോ, എന്റെ കള്ളങ്ങൾ പോലും ഇന്റർനെറ്റിൽ വെരിഫൈ ചെയ്യാവുന്നതാ. ലോസ്ല എന്ന പേരില് എനിക്കൊരു കാർ ഫാക്ടറി ഉണ്ട്. എന്താ ചെയ്യുന്നത്? ഇത്രയും ഭാരിച്ച കള്ളങ്ങൾ പറയല്ലേ. നിന്റെ അച്ഛൻ ഇലോൺ മസ്ക് ഒന്നുമല്ലല്ലോ. നമ്മുടെ കള്ളം പിടിക്കപ്പെട്ട നാളത്തെ ന്യൂസ് അതാകും. നമ്മൾ ലോക്കൽ ബെഗേഴ്സ് അല്ലെങ്കിൽ ജോക്കേഴ്സ് ആകും. പിന്നെ നോക്ക്, നിന്റെ കാരണത്താൽ ഞാൻ ഈ ലൂസർ ജയരാജിനെ വിവാഹം കഴിക്കേണ്ടി വന്ന ഒറ്റ പൈസ ഞാൻ തരില്ല, ഓർത്തോ. ശരി, ഗെയിം അവസാനിപ്പിക്കാം. സത്യം എന്താന്ന് വെച്ചാ ഞാൻ എന്നെ വീണ്ടും പരിചയപ്പെടുത്താം. ഞാൻ ഇഷാൻ അവസ്ഥി, ജിയയുടെ ബോയ്ഫ്രണ്ട്. ജിയ എന്നെയാണ് തെരഞ്ഞെടുത്തത്. എന്താ മമ്മ? നമസ്തേ, ഞാൻ ജയരാജ്. ഞാൻ ഹാൻഡ് ഷേക്കും ഹഗ്ഗും ഒക്കെ എൻ്റെ നിലവാരത്തിലുള്ള ആൾക്കാരോട് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ജിയയുടെ ഫ്യൂച്ചർ ഹസ്ബൻഡാണ്. ആശാമ തന്നെയാണ് ഞങ്ങളുടെ ബന്ധം ഫിക്സ് ചെയ്തത്. കൂടാതെ ആശാമ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നവരാണ്, അല്ലേ ആശാമ? അതെ, ഞാൻ എന്ത് ചെയ്യാനാ മോനെ? ഈ പെൺകുട്ടികൾ വലിയ സിറ്റിയിലൊക്കെ പോയി ആകെ വഷളാകുന്നു. ഞാൻ പറഞ്ഞത് അവളോട്, നിന്നെ പോലെ ഒരു ചെക്കനെ ഇനി കിട്ടില്ല, തിരഞ്ഞാലും കിട്ടില്ലെന്ന്.
ഇത്രയും പണക്കാരൻ, ഇത്രയും റെസ്പെക്റ്റഡ് ആയ പവർഫുൾ ആയ ഒരാളെ ഇനി കിട്ടില്ല. പക്ഷേ എന്നെ കുറിച്ച് അവൾ ചിന്തിക്കുന്നില്ല. സിറ്റിയിലേക്ക് പോയതിനു ശേഷം ഇത് അവളുടെ സ്വഭാവം. ഇപ്പൊ ഈ സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഇവനെയാണ് അവൾ തെരഞ്ഞെടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഡോണ്ട് മൈൻഡ്. അവൾ നിന്നെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നന്നായിരുന്നു. ഈ പ്രാവശ്യം അവളുടെ തെരഞ്ഞെടുപ്പ് തെറ്റാണ്. ഏയ് ജയരാജ്, നീ വിഷമിക്കണ്ട. ഇവളെക്കാളും നല്ലൊരു കുട്ടിയെ ഞാൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചു തരും. എന്ത് ആശാമ? എനിക്ക് ജിയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി. അതുകൊട്ടെ, അവൻ ശകുനായി എത്രയാ തന്നത്? പാക്കറ്റ് ചെറുതായിരുന്നു, 10,000 ഉണ്ടാകുമായിരിക്കും. ആശാമ, ഞാൻ 50,000 രൂപയാ തന്നത്. ഇവൻ വെറും 10,000 രൂപയും. അവൻ ഇത്രയും പണക്കാരനാണെങ്കിൽ ഒരു റിച്ച് ഗിഫ്റ്റ് തന്നെ തരില്ലായിരുന്നോ? ഇത് ഡൊണേഷൻ പോലെ തോന്നുന്നില്ലേ? ജയരാജ്, എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല. എന്താ? എനിക്കെന്താ കുഴപ്പം? ഇവൻ എന്നെക്കാളും പണക്കാരനാണോ, അല്ലെങ്കിൽ എന്നെക്കാളും നല്ലവനാണോ? അതെ, കാരണം ഞാൻ അവന്റെ ബാങ്ക് ബാലൻസ് അല്ല നോക്കുന്നത്. അവനെ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. നിന്നെ പോലെ അച്ഛന്റെ പണത്തിൽ ജീവിക്കുന്നവനല്ല. മിണ്ടാതിരിക്കു ജിയ. എന്താ നീ പറയുന്നത്? സിറ്റിയിലൊക്കെ പോയി ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് നീ മറന്നോ? ഞാൻ പറഞ്ഞത് ഇഷാന്റെ അച്ഛൻ ഒരു ചെറിയ ബിസിനസ്സുകാരനല്ല, വലിയ നഗരത്തിലെ ബിസിനസ്സുകാരനാ. ഇഷാൻ സ്വന്തമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാ. അച്ഛന്റെ പാൽക്കുപ്പിയായിട്ട് അവരുടെ പണത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. പിന്നെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ആളുമല്ല. അവന്റെ അച്ഛൻ വലിയ പണക്കാരനൊന്നുമല്ല. അതുകൊണ്ടാണ് ജിയെ അവൻ റിക്ഷയിൽ കൊണ്ടുവന്നത്. എന്റെ പൂ പോലെയുള്ള മകളെ നീ റിക്ഷയിൽ കൊണ്ടുവന്നോ? റിക്ഷയിൽ കൊണ്ടുവന്നോ? അതെ, എന്റെ ആളുകൾ തന്നെ കണ്ടതാ. അവര് റിക്ഷയിൽ നിന്ന് ഇറങ്ങുന്നതും പണം കൊടുക്കുന്നതും എല്ലാം. അവന്റെ അച്ഛൻ പണക്കാരനല്ല. അവൻ നമ്മുടെ ജിയെ കൊടുക്കുക. നീ എന്താ വിചാരിച്ച് നിനക്ക് ജിയെ അത്ര എളുപ്പത്തിൽ അങ്ങ് സ്വന്തമാക്കാന്നോ? ഞാൻ ഇവിടെ ഉള്ളപ്പോ അവളെ സ്പർശിക്കാൻ പോലും നിനക്ക് കഴിയില്ല. മനസ്സിലായോ? ഇവൻ വെറുതെ ഓരോ തമാശ പറയാ. ഇവൻ ഇപ്പോഴും എങ്ങനെയാ? ജിയ, ഇപ്പോഴും ഞങ്ങൾ തമാശ മൂഡിലാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം നിന്റെ ജീവിതത്തിൽ ആരുമില്ലെന്ന് പറയും. ഇപ്പൊ ഈ ആളെ കൊണ്ടുവന്നത് നാണക്കേട് മറയ്ക്കാനാണോ? ഇവര് രണ്ടുപേരും ഇവിടെ വന്നത് മുതൽ അവരുടെ കണ്ണുകളിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഐ മീൻ, ഇവർക്കിടയിൽ യാതൊരു ഫീലിങ്സും ഇല്ല അല്ലേ? ആർക്കും അങ്ങനെ തോന്നിയില്ലേ? ആരെങ്കിലും കണ്ടോ? ഇല്ല, ഒരു സ്പാർക്കും ഇല്ല ഇവർക്ക്. ഇത് പ്രണയമൊന്നുമല്ല, ഇത് കംപ്ലീറ്റ്ലി ഒരു ഡ്രാമയാ. നീ എന്താ വിചാരിച്ചേ? നമ്മുടെ ഗ്രാമത്തിൽ നടക്കുന്ന രാംലീലയിലുള്ള കുരങ്ങന്മാര് പോലും നിന്റെ ഫേക്ക് ബോയ് ഫ്രണ്ടിനേക്കാൾ നന്നായി ആക്ട് ചെയ്യും. ജിയ, നമുക്ക് ഈ വഴക്കൊക്കെ നിർത്താം. ഞാൻ നിന്നെ കെയർ ചെയ്യും. എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണം. ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്ത് പ്രശ്നമായാലും പറയേ. ഇവൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? നീ എത്ര സ്വീറ്റാ, എത്ര ബ്യൂട്ടിഫുൾ, എത്ര ഡെലിക്കേറ്റ്. ഇവൻ നിന്നിൽ നിന്ന് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. നിന്റെ ഈ മനോഹരമായ കണ്ണുകളും ഈ ലിപ്സും. എനിക്ക് തോന്നുന്നത് ഇവന് വേണ്ടത് നിന്റെ പണമാണെന്നാണ്. ജിയ, നീ എന്താ ചെയ്തത്? സോറി ജയ്. കുറഞ്ഞത് ഈ സ്പ്രേ എങ്കിലും നിന്റെ ചിന്തകളുടെ ദുർഗന്ധം മാറ്റും. ജിയ, ഇത് നീ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ലോകത്തില് റിജക്ട് ചെയ്യപ്പെട്ടവരും കൺഫ്യൂസ്ഡ് ആയവരും വൾണറബിൾ ആയവരും ഇതേ ടേപ്പ് വീണ്ടും വീണ്ടും പ്ലേ ചെയ്യും. ഒരു പെൺകുട്ടി നോ പറഞ്ഞ അതിന്റെ അർത്ഥം യെസ് അല്ല. എന്താ നീ പറഞ്ഞത്? നീ എന്നെ ദുർബലനെന്ന് വിളിച്ചോ? ഇവളൊരു പെൺകുട്ടിയാ, ഇന്റർനെറ്റ് ലിങ്ക് അല്ല. അവൾ നോ പറഞ്ഞാൽ റീഫ്രഷ് അടിക്കുന്നത് നിർത്തണം. നീ ഒരാണാണോ? ആണെങ്കിൽ ഒരാണിനെ പോലെ സംസാരിക്കും. ഇനി ഒരിക്കൽ കൂടി നീ ജിയെ തൊട്ട ആ കൈകൾ നിന്റെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുത്ത് നിനക്കുള്ള മുഴുവൻ സ്വാഗും അതിൽ കുത്തി നിറയ്ക്കും ഞാൻ. ഷീ ഈസ് നോട്ട് യുവർ പ്രോപ്പർട്ടി ആൻഡ് ഡോണ്ട് യു ഡെയർ ടച്ച് ഹർ അഗെയിൻ.
ദാരിദ്ര്യത്തിലും നിസ്സഹായതയിലും മലിനമായ തെരുവുകളിലും വളർന്ന ഒരു ഭിക്ഷക്കാരന് പോലും എന്നെ ബഹുമാനിക്കാൻ അറിയാം. പക്ഷേ ഈ ജയരാജ് എന്റെ കൂടെ വളർന്നവനായിട്ടും എന്നെ ബഹുമാനിക്കാൻ പോയിട്ട് ഒന്നും മനസ്സിലാക്കാൻ പോലും അവന് കഴിയില്ല. ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല മോം. സത്യത്തിൽ എന്റെ യഥാർത്ഥ പേര് ഇഷാൻ ആവ. ആ ജയരാജ്, നീ എന്തൊക്കെയോ പറഞ്ഞില്ലേ? ക്ലോസ്നെസ്, ഫീലിങ്സ്, ഇതൊന്നുമില്ല, അങ്ങനെ എന്തോ. ഇത്ര ക്ലോസ്നെസ് മതിയോ? അതോ നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരുന്നോ? നിർത്ത ജിയ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. നിന്നോട് ഞാൻ പിന്നീട് സംസാരിക്കാം. ഇത്തരം നാണമില്ലാത്ത പ്രവൃത്തികളൊന്നും ഇവിടെ നടക്കില്ല. അമ്മേ, എന്തിനാ എന്നോട് പറയുന്നത്? ജയരാജിന്റെ ഈ പെരുമാറ്റങ്ങളും നിങ്ങൾ കാണുന്നില്ലേ? അതുകൊണ്ടാണ് അവൻ എല്ലാ അതിരുകളും കടന്നത്. അതുകൊണ്ടാണ് എനിക്ക് എന്റെ പ്രണയം ഇവിടെ തെളിയിക്കേണ്ടി വന്നത്. സ്നേഹം കൊണ്ട് മാത്രം ഒരു വീട് നടത്താൻ കഴിയില്ല. വെറും അരിയും പരിപ്പും കൊണ്ട് ജീവിതം മുന്നോട്ട് പോവുകയില്ല ജിയ. ജീവിക്കാൻ പണം വേണം. പണം. ജയരാജിനെ 7 ലക്ഷറി ബംഗ്ലാവുകളുണ്ട്. റായ്ബറേലിയിൽ 1200 ഏക്കർ ഭൂമിയുണ്ട്. 4 കോൾ ഫാക്ടറികളുണ്ട്. അതൊന്നും മറക്കണ്ട. ഈ മാൻഷൻ, ഈ വായു, ഈ മണ്ണ്, ഇതെല്ലാം ഇവൻ കാരണം ഉണ്ടായതാണ്. എന്റെ ഈ മണ്ടി മകൾ ജിയ ദുരിതത്തിൽ ജീവിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. സത്യം പറ, നീ ആരാ? ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല മോം. എന്റെ യഥാർത്ഥ പേര് ഇഷാൻ അവസ്ഥയല്ല, ഇഷാൻ അസ്രാണിയാണ്. ലൊസാല കാസിന്റെ ഉടമയും അസ്രാണി ഇൻഡസ്ട്രീസിന്റെ ഉടമയും ഞാൻ തന്നെ. യഥാർത്ഥ കാർ ഗുരു ഞാനാ. ജയയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അസ്രാണി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ യഥാർത്ഥ ഉടമയെ ആരും കണ്ടിട്ടില്ല, അത് നിനക്കറിയാം. ഇപ്പോ നീ അവനായി അഭിനയിക്കുകയാണോ? മതി. സത്യത്തിലേ ഇവന് കാർ ഓടിക്കാൻ പോലും അറിയില്ല. നിനക്ക് കാർ ഓടിക്കാൻ അറിയാമോ? കാർ ഓടിക്കാനും അറിയാം, അത് ഉണ്ടാക്കാനും അറിയാം. റോഡിന്റെ നടുവിൽ കാറ് പാർക്ക് ചെയ്ത ആ ജീനിയസ് ആരാ? ഈ മുഴുവൻ റോഡും അവന്റെ അച്ഛന്റെ സ്വത്താണെന്നാണോ വിചാരം? ആരാ അത്? ഇങ്ങനെ കൂവുന്നത് എന്തിനാ? എന്ത് സംഭവിച്ചു? എന്താ ഇവിടെ പ്രശ്നം? ഈ കാറിന്റെ ഉടമ ആരാണോ ഉടൻ വന്ന് അത് മാറ്റിക്കൊണ്ടു പോകാൻ പറ. ഇല്ലെങ്കിൽ ഇത് കാറല്ല, കബാഡിക്കടയിലെ സ്ക്രാപ്പ് മെറ്റൽ ആക്ക് ഞങ്ങള്. ഇത് ആരുടെ കാറാ? അയ്യോ, ഇത് വരുൺ അഹൂജയുടെ കാറാണ്. അവനൊരു മന്ത്രിയുടെ മോനാ. അബദ്ധത്തിൽ അത് തൊട്ടാലും വലിയ പ്രശ്നമാകും. എല്ലാരും മാറി നിൽക്ക്. അങ്ങനെയാണെങ്കിൽ ഈ വാഹനം തകർത്തിട്ട് നമുക്ക് വഴിയുണ്ടാക്കാം. ചേട്ടാ, ഞാൻ കാലിൽ വീണ് അപേക്ഷിക്കുക. എന്റെ വീട്ടിന്റെ മുന്നിൽ അവന്റെ കാറിന് എന്തെങ്കിലും സംഭവിച്ച അവൻ എന്നെ വെറുതെ വിടില്ല. എനിക്ക് ഒരു പെൺകുട്ടിയാ. ദയവായി ഒന്നും ചെയ്യരുത് പ്ലീസ്. മാറി നിൽക്കാൻ, മാറി നിൽക്കാൻ. ജയരാജ്, നീ എന്തെങ്കിലും ഒന്ന് പറ. അവനെ തടയി. എന്തൊക്കെയാ അവൻ പറയുന്നത്? എടാ മണ്ട, അമ്മ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എന്റെ അച്ഛൻ ഈ പട്ടണത്തിന്റെ പ്രസിഡന്റ് ആണ്. ഇപ്പോ ഞാൻ ഒന്ന് വിളിച്ചാ മതി, നിന്നെ പോലെയുള്ള റൗഡികളെ 1 മിനിറ്റിൽ കൈകാര്യം ചെയ്യും. കാറ് തൊടാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിന്നെയാണോ തൊടേണ്ടത്? അവന്റെ ഒരു ഡാഡി. കാറിന് പിന്നെ നോക്കാം, ആദ്യം ഇവനെ തീർക്കണം. ഇതുപോലെയുള്ള ആളുകൾ. ടൈം പ്ലീസ്, ടൈം പ്ലീസ്. ഒന്ന് സമയം തരൂ. നിങ്ങൾ ആ കാറിന് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ എന്നെ വിട്ടേക്ക്. എന്ത് പറ്റിയ നമ്മുടെ ഡാഡീസ് ബോയ്ക്ക് ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് ആയ അച്ഛനെ വിളിക്കുന്നില്ലേ? വാ ബ്രോ, കാറ് തകർക്കാം, വാ. എന്താ ചെയ്യുന്നത്? നിർത്ത്. നീ ആരാടാ? എന്താ ചെയ്യുന്നത്? അവരോടൊന്നും സംസാരിച്ചു നിൽക്കാൻ കഴിയില്ല. നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടോ? അവിടെ രഹസ്യം പറഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് നോക്കി സംസാരിക്കേ. ഇവിടുന്ന് പോ. വെറുതെ പ്രശ്നം വലുതാക്കണ്ട. ഇതെല്ലാം ആശ ആന്റിക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. അതെ, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരും. അതിനുശേഷം ഞങ്ങൾ കാർ തകർക്കാൻ തുടങ്ങും. മനസ്സിലായോ?
തുടങ്ങി. വാവ്, കഴിഞ്ഞു കഴിഞ്ഞു. ഏയ് സർ, നീ ആരാ? എവിടെ നിന്നാ വന്നത്? നിങ്ങളുടെ കാലുകൾ എവിടെയാ നിൽക്കുന്നത്? ഇത്ര വലിയ ആളാണോ നീ? ഏയ് നിർത്ത്. നിങ്ങൾക്ക് അത്യാവശ്യമായിരുന്നല്ലോ. കാറ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുവേ, പൊളിച്ചു കളഞ്ഞല്ലോ. ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരൂ. ഈ കാർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? നോക്ക്, നിങ്ങൾക്കും തിരക്കുണ്ട്, എനിക്ക്. ഞാൻ എന്റെ ഫ്യൂച്ചർ മദർ ഇൻ ലോയുടെ ബർത്ത്ഡേക്ക് വന്നത്. മറ്റൊരു ദിവസം തീർച്ചയായും പഠിപ്പിക്കാം. ഇനിയിപ്പോ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും മരുമകനാവുമ്പോ. കാർ ഗുരു ബ്രോ, പിന്നെ കാണാം. എന്താ ഇത്? നിന്നെ ആദ്യമായിട്ട് കണ്ട നിമിഷം തന്നെ നീ എന്റെ ഹൃദയം കവർന്നു. ഇങ്ങനെ ഒരു സ്റ്റൈൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി സത്യം പറ, നീ ഇത്ര സ്മാർട്ട്, ക്ലാസി, ക്ലിയർ ആയ ആളാണ്, പിന്നെ എങ്ങനെ ഒരു ഭിക്ഷക്കാരനായി? എന്താ സത്യം ഗുരു? ഇല്ല ജിയ, സത്യത്തില് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴെങ്കിലും മനസ്സിലായോ ആശാമ? അവൻ ആരാണെന്നറിയോ? ഒരു പ്രൊഫഷണൽ തീഫാണ്, കാർ തീഫ്. മതി, നിർത്ത്. ഇനി അവനെ കുറിച്ച് ഒരു വാക്കുപോലും പറയരുത്. നീ അവനോട് നന്ദി പറയേണ്ടതാ, എന്നിട്ടാണോ കുറ്റപ്പെടുത്തുന്നത്? അവനോട് മാപ്പ് പറ. ജിയ, ഇവിടെ നോക്ക്. ജയരാജ് പറയുന്നത് ശരിയാ. ഒരു കാർ തീഫിന് മാത്രമേ ഇത്തരം ഒരു സ്കില്ലുണ്ടാകൂ. ഒരു കാര്യം ഒരിക്കലും മറക്കണ്ട, ഹീറോയുടെ കൂടെയുള്ളവൾ ഹീറോയിൻ ആയിരിക്കും, ഭിക്ഷക്കാരന്റെ പെണ്ണ് ഭിക്ഷക്കാരി, കള്ളന്റെ കൂടെയുള്ളവള് കള്ളി. ഒരു കള്ളനാണ് നിന്റെ ഫ്രണ്ടെന്നും പറഞ്ഞ് അവന്റെ ഭാര്യയായി നീ നിന്ന നിന്റെ നാട്ടിലെ റെപ്യൂട്ടേഷൻ എന്താകുമെന്ന് ആലോചിച്ച് നോക്ക്. മതി ജയരാജ്, ഒരുപാട് കൂടുന്നുണ്ട് നീ. ജിയയെ കുറിച്ച് ഇനി ഒരു വാക്ക് പറഞ്ഞ എല്ലാവരുടെയും മുന്നിൽ നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരും. ഇപ്പൊ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ജിയ എന്റേതായിരുന്നു, ഇപ്പോഴും എന്റേതാ, എന്നും എന്റേതായിരിക്കും. ജിയ ഒരിക്കലും നിന്റേതായിരുന്നില്ല, അത് അവളുടെ കണ്ണുകളിൽ തന്നെയുണ്ട്. പക്ഷെ ആരെങ്കിലും ജിയയെ തൊടാനോ തെറ്റായ നോട്ടത്തിൽ നോക്കാനോ ശ്രമിച്ച അവരുടെ പേര് പുറത്തേക്ക് കേൾക്കാൻ പോലും കഴിയാത്ത വിധം അവരുടെ ജീവിതത്തിന്റെ ആ അധ്യായം ഞാൻ തന്നെ മണ്ണിൽ മൂടും. നിന്റെ ഈ ഡയലോഗ് അടി ആദ്യം നിർത്ത്. ആദ്യം നീ കള്ളനല്ലാന്ന് തെളിയിക്കേ. അറിയാതെ ഒരു കള്ളനെയാണ് നീ സ്നേഹിച്ചത്. ഇപ്പോ അത് സമ്മതിക്കാൻ നിനക്ക് തന്നെ ലജ്ജയാകുന്നു അല്ലേ? ദൈവമേ, ഇവൻ ഇങ്ങനെ ഒരു മണ്ടനായല്ലോ. ഇതിങ്ങനെ മുന്നോട്ട് പോയോ സത്യം മുഴുവൻ പുറത്തു വരും. ജയരാജ് നിന്നെ കുറിച്ച് ചിന്തിക്കപ്പെട്ടല്ലോ. മനസ്സുകൊണ്ട് ഞാനൊരു സമ്പന്നനാ. പുറത്ത് കാണിക്കുന്ന ആഡംബരങ്ങൾ കൊണ്ടാണ് ആളുകൾ സമ്പന്നരോ ദരിദ്രരോ ആകുന്നത് എന്ന് നീ കരുതുന്നുണ്ടോ? എല്ലാ ദരിദ്രരും പറയുന്ന ഒരു ഡയലോഗാണത്, ഞങ്ങൾ മനസ്സിൽ സമ്പന്നരാണ് എന്ന്. ജിയ, നിനക്ക് അവന്റെ സമ്പത്ത് കാണിക്കണോ? പണയം വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഈ ബംഗ്ലാവ് കൈവിട്ടു പോയാലേ അപ്പോ ആ ബംഗ്ലാവ് മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ട് ജീവിക്കോ? അമ്മ, എന്താ അവൻ പറയുന്നത്? ഞാൻ സത്യം തന്നെ പറയുന്നത്. ആശ ആന്റി നിങ്ങളുടെ വീട് എന്റെ അച്ഛന് പണയം വെച്ചിട്ടുണ്ട്. അതിന് പകരമായി നിന്നെ എനിക്ക് വിവാഹം കഴിപ്പിക്കാമെന്ന് വാക്കും കൊടുത്തിട്ടുണ്ട്. അത് അതെ, നിന്റെ ബാല്യകാലം മുതൽ നമ്മുടെ വീട് പണയത്തില. നിന്റെ അച്ഛന്റെ ആശുപത്രി ചെലവിന് നമ്മുടെ കയ്യിൽ പണമില്ലായിരുന്നു. അതുകൊണ്ടാ ജയരാജിന്റെ അച്ഛനോട് നിന്നെ വിവാഹം കഴിപ്പിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തത്. മമ്മി, എന്തിനാ ഇങ്ങനെ ചെയ്തത്? കുറഞ്ഞത് എന്നോടൊരു വാക്കെങ്കിലും പറയാറുന്നില്ലേ? ആന്റി വിഷമിക്കണ്ട, അവന്റെ അച്ഛന് കൊടുക്കാനുള്ള മുഴുവൻ പണവും പലിശ സഹിതം ഞാൻ തിരികെ കൊടുക്കാം. വേണ്ട വേണ്ട, എനിക്ക് നിന്റെ മോഷ്ടിച്ച പണമൊന്നും വേണ്ട. മതി മമ്മി. ഇഷാൻ, ഇവിടെ നോക്ക്. താങ്ക് യു. നീ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെയ്തു. പക്ഷെ ഇത് ഞങ്ങളുടെ കുടുംബകാര്യ, അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട. ഓക്കെ? പിന്നെ പേടിക്കണ്ട, നിന്റെ പണം ഞാൻ തിരികെ തരാം. ഹലോ ഷേർലി, ഞാൻ ഓർഡർ ചെയ്ത ഗിഫ്റ്റ്സ് എല്ലാം എവിടെ? എന്ത് ഗിഫ്റ്റ്സ്? നീ വന്ന ആ റിക്ഷയുണ്ടല്ലോ, അതിൽ കയറി ആ ചെറുവഴിയിലൂടെ തിരിച്ചു പൊക്കോ. പിന്നെ ഒരു കാര്യം കൂടി, ഫാക്ടറിയിലെ എല്ലാ കളേർഡ് കാസും ഇവിടെ അയക്കി. ഓക്കെ? രാജ്വി, വിഷമിക്കണ്ട. രാജീവും മിന്റിയും എത്തിയിട്ടുണ്ടാവും.
സർ, നിങ്ങൾ ആവശ്യപ്പെട്ട ഗിഫ്റ്റ്സ് എല്ലാം എത്തിച്ചു. ബാക്കി കാറുകൾ വഴിയിലാണ്. വൈകിയതിന് ക്ഷമിക്കണം. കുഴപ്പമില്ല ഷേർലി, താങ്ക് യു. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ ആശയക്കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നു. എന്തായാലും സ്വന്തം മകളെ ഒരാൾക്ക് വിവാഹം കഴിപ്പിക്കുന്നത് ചെറിയ കാര്യമില്ലല്ലോ. പക്ഷെ ഈ ബാഗ് നല്ല വലുതാണല്ലോ. ഇതിനുള്ളിൽ എന്തായിരിക്കും? ഓ, ഒന്നുമില്ല. 2 കിലോ ഉരുളക്കിഴങ്ങ്, 3 കിലോ ഉള്ളി, പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ആയിരിക്കും. അതും ശരിയാണ്, അത് തന്നെയാവും. ഈ ബാഗിൽ എന്താണുള്ളതെന്ന് ഞാൻ പറയാം. ഈ ബാഗിൽ 90 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിന്റെ പേപ്പേഴ്സും അതുപോലെ 2 കോടി രൂപ വിലയുള്ള ഒരു വീടിന്റെ ഡോക്യുമെന്റ്സും ഉണ്ട്. എന്താ എന്താ ഇത് സത്യമാണോ? തുറന്നു നോക്ക്. നീ എന്താ ചെയ്യുന്നത്? എല്ലാവരുടെ മുന്നിൽ എന്റെ അമ്മ നാണം കെടും. കുറെ നേരമായിട്ട് ഞാൻ നിന്നോട് പറയാൻ ശ്രമിക്കുക, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഭിക്ഷക്കാരനല്ല. എങ്ങനെ? പക്ഷെ നീ ജിയ 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 എന്റെ എല്ലാ ജോലികളും മാറ്റിവെച്ച ഞാൻ ഇവിടെ വന്നത് നിനക്ക് വേണ്ടി മാത്രം. നിന്റെ തല ഒരിക്കലും നാണക്കേടിൽ താഴ്ത്തേണ്ടി വരാൻ ഞാൻ അനുവദിക്കില്ല. ഓഹോ, ബാഗ് ഒന്ന് വേഗം തുറക്ക്. ഈ ഫേക്കിന്റെ പ്രാവുകൾ എല്ലാവരുടെയും മുന്നിൽ പറന്നു പോട്ടെ. ഓഹോ, ബാഗ് ഒന്ന് വേഗം തുറക്ക്. ഈ ഫെക്യൂചന്ദിന്റെ പ്രാവുകള് എല്ലാവരുടെ മുന്നിൽ പറന്നു പോട്ടെ. ഇപ്പൊ ഞങ്ങൾക്കും അറിയണം ഇദ്ദേഹം രാജാവാണോ ഭിക്ഷക്കാരനാണോ എന്ന്. തുറക്ക്. ഇതാ നോക്കിക്കോളൂ. ഈ കാറിന്റെയും ഹൗസിന്റെയും പേപ്പേഴ്സ് എല്ലാം നിങ്ങളുടെ പേരിലാണ്. എന്റെ പേരിലോ? ഒന്ന് നോക്കട്ടെ. ശരിക്കും എന്റെ പേരിലാണല്ലോ. അയ്യോ, താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്റെ മകള് പാവമാണെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ മണ്ടിയല്ലെന്ന് ഇപ്പോഴാ മനസ്സിലായത്. താങ്ക് യു. ശരി, ഇനി സത്യം പറ, ഇതെങ്ങനെ സംഭവിച്ചു? നീ ശരിക്കും ഇഷാൻ അവസ്ഥയാണോ അല്ലെങ്കിൽ ഇഷാൻ അസ്രാണിയാണോ? ഞാൻ ജിയയുടെ ഇഷാനാണ്. ഇഷാൻ, നിങ്ങളെല്ലാവരും എത്ര നിഷ്കളങ്കരാന്നേ. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ജയരാജ്? ഞാൻ സ്വന്തം കണ്ണാൽ കാണാതെ ഒന്നും വിശ്വസിക്കില്ല. എന്റെ കാഴ്ചപ്പാടില് ഇവനൊരു കള്ളനായിരുന്നു, ഇപ്പോഴും കള്ളനാ, ഇനി എന്നും കള്ളനായിരിക്കും. മതി, ഇനി സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് എന്താ പ്രശ്നം? അയ്യോ അയ്യോ, വാവ്, നമ്മുടെ പാവം നിഷ്കളങ്ക മണ്ടിയായ ജിയ ഇത്രയും വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നു. എന്റെ മൂത്ത മകൾ മിന്റിയും എന്റെ പ്രിയപ്പെട്ട മരുമകനും വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദീർഘായുസ്സോടെ ജീവിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ മോം. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ മമ്മി. താങ്ക് യു. ഇത് നിങ്ങൾക്കുള്ള ഒരു ചെറിയ ഗിഫ്റ്റാ. 10 ലക്ഷം ബാലൻസ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ്. ഷോപ്പിങ്ങിനോ പാർട്ടിക്കോ ഹോളിഡേക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. 10 ലക്ഷമോ? ജിയ, സ്വന്തം ചേച്ചിയും ചേട്ടനെയും കണ്ടിട്ട് ഒരു ഹലോ പോലും പറയില്ലേ? ഒരേ നഗരത്തിൽ താമസിച്ചിട്ടും മാസങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ജയരാജ് ബ്രോ, എന്താണ് മുഖം വാടിയിരിക്കുന്നത്? എല്ലാവരും ഇത്ര വിഷമിച്ചിരിക്കുന്ന എന്തിനാ? എന്താ പ്രശ്നം? ഒരു മിനിറ്റ്, ഇവനിവിടെ എന്താ ചെയ്യുന്നത്? നിനക്കിവനെ അറിയാമോ? ചെറുപ്പം മുതലേ അറിയാം, പക്ഷെ ഇപ്പൊ ഇവനിവിടെ എന്താ ചെയ്യുന്നത്? ഇതാണ് ഇഷാൻ, ജിയയുടെ ബോയ് ഫ്രണ്ട്. ജിയയുടെ ബോയ് ഫ്രണ്ടോ? ഇവനോ? ഇവനൊരു ഭിക്ഷക്കാരനാ. ജിയ, എന്തിനാ എല്ലാവരുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്തുന്നത്? മിന്റി, ഒന്നും വളച്ചൊടിക്കണ്ട. പറയാനുള്ളത് തുറന്നു പറ. ഇവൻ എന്റെ എക്സ് ബോയ് ഫ്രണ്ടാ, ഇഷാൻ. എന്ത്? ഇവൻ നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണോ? അപ്പോ നീ എന്റെ ചേച്ചിയെ ഡേറ്റ് ചെയ്തിരുന്നോ? ജിയ, എന്റെ വാക്ക് കേൾക്ക്. എടാ, ഒരു ഉപകാരം ഇല്ലാത്തവനെ. എല്ലാവരോടും ഞാൻ സത്യം പറയാം. കോളേജിൽ പഠിക്കുമ്പോൾ ഞാനും ഇഷാനും 1 മാസം റിലേഷൻഷിപ്പിലായിരുന്നു. അന്ന് ഇവനൊരു പാവപ്പെട്ട വിലയില്ലാത്ത അലസനായ ആളായിരുന്നു. പോക്കറ്റിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. പക്ഷെ സംസാരിക്കപ്പോ കോടീശ്വരനെ പോലെ ആയിരുന്നു. ഞാൻ ഇവനെ വിട്ടുപോകാൻ തീരുമാനിച്ചപ്പോ ഓരോ തവണയും ഇവൻ കരഞ്ഞ് ഡ്രാമ കാണിക്കുമായിരുന്നു. ഒടുവിൽ ഒരു ചെറിയ ജോബ് കിട്ടിയപ്പോ ഞാൻ അവസരം നോക്കി ബ്രേക്കപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഇവനെ വിട്ടുപോയി. എന്ത്? ഇതൊക്കെ സത്യമാണോ? അതിനെന്താ മോം? എല്ലാവർക്കും ഒരു പാസ്റ്റ് ഉണ്ടാകും.
അതിലെന്താ ഇത്ര വലിയ കാര്യം? ഇന്ന് അദ്ദേഹം കഷ്ടപ്പെട്ട് വിജയിച്ച ഒരാളാ. ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്, അല്ലേ ജിയ? നിനക്ക് ഭ്രാന്തായോ? ഇവൻ നഗരത്തിൽ ഒരു പാത്രം പിടിച്ച് ഭിക്ഷ ചോദിച്ച് നടക്കുന്ന ആളാ. ഇവനൊരു ഭിക്ഷക്കാരനാ. കയ്യിലും പണമില്ല, വിധിയിലും ഭാഗ്യമില്ല. നിന്റെ ബുദ്ധിയുള്ള ചേച്ചിയൊന്ന് നോക്ക്, പിന്നെ നിന്നെയും നോക്ക്. എന്തിനാ നീ നിന്റെ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അയ്യോ, എന്റെ പ്രിയപ്പെട്ട സിസ്റ്റർ ഇൻ ലോ, നിനക്കും ഭ്രാന്തായോ? ഈ ഭിക്ഷക്കാരൻ നിന്നെ എങ്ങനെ പോറ്റും? കാറ്റ് നിന്നാണോ നിങ്ങൾ ജീവിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിച്ചാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാ? പറയേ. ഇവൻ കള്ളനും പാവപ്പെട്ടവനും മാത്രമല്ല, ഇവനൊരു ഭിക്ഷക്കാരനാ. ഭിക്ഷക്കാരൻ. ഞാൻ നിന്റെ സ്വന്തം ചേച്ചിയാ. നിനക്ക് ദോഷം വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എന്റെ ബോയ് ഫ്രണ്ടിനെ അപമാനിക്കാൻ നിനക്ക് ഒരു അവകാശവും. അതുകൊണ്ട് മതി, ഇനി നിർത്തിക്കോ. രാജീവ്, നീ എന്തിനാണ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? നിനക്ക് ഇവനെ ചെറുപ്പം മുതൽ അറിയാലോ. എല്ലാവരോടും പറ. ഓ, ഈ മണ്ടനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. ഞങ്ങൾ ഒരേ സ്കൂളിലും ഒരേ ക്ലാസ്സിലും ആയിരുന്നു. ക്ലാസ്സിലെ ഒരു കുട്ടിക്കും ഇവന്റെ അടുത്ത് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത്രയും ദരിദ്രനായിരുന്നു. ശരീരത്തിൽ നിന്ന് പോലും ദുർഗന്ധം വരുമായിരുന്നു. പക്ഷെ പഠിത്തത്തിൽ എടുക്കാനായിരുന്നു. പരീക്ഷയിൽ എപ്പോഴും ഒന്നാമനുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ നോക്കിയേ, ഇന്നും ഒരു ഭിക്ഷക്കാരൻ തന്നെയാ. അല്ലേ ബേബ്? ഇന്ന് ഭിക്ഷ ചോദിച്ച അവന്റെ ആ ഫോട്ടോ നിന്റെ കയ്യിലില്ലേ? ഉണ്ട്. വാട്ട് ആർ വി വെയിറ്റിംഗ് ഫോർ? അതെല്ലാവരെയും കാണിക്കേ. ദൈവമേ, ഇത് തന്നെയാണോ ഇവന്റെ യഥാർത്ഥ മുഖം? അപ്പോ ഇത്രയും നേരം നമ്മളോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നോ? നിന്റെ ഈ വ്യാജ പേപ്പേഴ്സ് എടുത്തു പോ. എന്റെ മകളെ കുടുക്കാനും എന്നെ വഞ്ചിക്കാനും എല്ലാവരുടെയും മുന്നിൽ എന്റെ കുടുംബത്തെ അപമാനിക്കാനും നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങളത് കീറിക്കളയാൻ പാടില്ലായിരുന്നു. സത്യം അറിയുമ്പോ നിങ്ങൾക്കതിൽ വലിയ പശ്ചാത്താപം തോന്നും. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഏക പശ്ചാത്താപം നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു എന്നതാ. ഭിക്ഷക്കാര. എന്താ ചെയ്യുന്നത്? എന്നെ വിട്. ഞാൻ നിന്റെ സ്വന്തം ചേച്ചിയാ. ഈ ഭിക്ഷക്കാരന് വേണ്ടി നീ എന്നെ അടിക്കാൻ വരെ പോകുന്നു. വിടാൻ പറഞ്ഞില്ലേ? ജിയ, എന്താ നീ ചെയ്യുന്നത്? എന്നെ വിട്. മതി. ഇതല്ല എന്റെ തെറ്റ. അദ്ദേഹം എന്നെ കുടുക്കിയതല്ല, ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ കുടുക്കിയത്. എന്ത്? അതെ, ഒരു ദിവസത്തേക്ക് എന്റെ ബോയ് ഫ്രണ്ടായിട്ട് അഭിനയിക്കാൻ ഞാൻ അദ്ദേഹത്തിന് പണം കൊടുത്തു. പിന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇതല്ല എന്റെ തെറ്റ. സോറി, ഐ എം സോറി ഇഷാൻ. എന്റെ കുടുംബം നിങ്ങളോട് ഇത്ര വിഷം പോലെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ഇത്രേ നേരം പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെയല്ലേ. ഇവര് ശരിക്കും ലവേഴ്സ് അല്ലെന്ന്. ഒരു പെൺകുട്ടിയെയും ആരും ഒരു ഭിക്ഷക്കാരന്റെ കയ്യിലോ ഭിക്ഷക്കാരന്റെ ബാഗിലോ ഏൽപ്പിക്കില്ല. ഭിക്ഷക്കാരനോ കോടീശ്വരനോ എന്ന് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ ഇഷാനിയെ കഴിക്കൂ. ആർക്കെങ്കിലും തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കട്ടെ. മിണ്ടാതിരിക്കെ ജിയ. ആശ, നിന്റെ മക്കൾക്ക് നീ എന്ത് സംസ്കാരമാണ് കൊടുത്തത്? ആദ്യം ഒരു വാടക ബോയ്ഫ്രണ്ടിനെ കൊണ്ടുവന്നു. അത് പോരാഞ്ഞിട്ട് എല്ലാവരുടെ മുന്നിൽ അവനെ കിസ് ചെയ്തു. ഇപ്പൊ സമൂഹത്തിന്റെ മുന്നില് കുടുംബത്തിന്റെ മാനക്കേട് വരുത്തി വെക്ക. വാവ് ജിയ, വാവ്. എല്ലാവരുടെയും മുന്നില് നീ നമ്മളെ പൂർണ്ണമായി നാണം കെടുത്തി. എന്നെ മോം, എന്നെ ഇതിലേക്ക് തള്ളിവിട്ടത് ആരാണ്? എന്റെ സമ്മതമില്ലാതെ എന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. എന്റെ തെറ്റാണെന്നോ? ഇത്
ഈ പണം വാങ്ങിക്കും. പിന്നെ ഇവിടെ നിന്ന് പോകും. റിയലി സോറി. ഇല്ല ജിയ, നിന്റെ സന്തോഷമാണ് എനിക്കെല്ലാം. നിന്റെ ഒരു പുഞ്ചിരിക്കായി എന്റെ സേവനങ്ങൾ എപ്പോഴും സൗജന്യ. പക്ഷെ തെറ്റ് എന്റേത്. മുഴുവൻ സത്യവും ഞാൻ നിന്നോട് പറഞ്ഞില്ല. ഒരു മനുഷ്യൻ എന്നെ പോലെ വിജയത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലേക്ക് എത്തുമ്പോൾ എന്തിലെ വിജയം? ഭിക്ഷ ചോദിക്കുന്നതിലെ വിജയമോ? എനിക്ക് അപാരമായ സമ്പത്തും അധികാരവും ഉണ്ടായിരുന്നിട്ടും ഞാൻ വളരെ ഏകാഗിയായിരുന്നു. ജോലിയിൽ മുഴുകി ഞാൻ യഥാർത്ഥ സുഹൃത്തുക്കളെ പോലും നഷ്ടപ്പെടുത്തി. എല്ലാവർക്കും വേണ്ടിയിരുന്നത് എന്റെ പണവും അധികാരവും സ്ഥാനവുമായിരുന്നു. പക്ഷെ എന്റെ മനസ്സിനെ സ്നേഹിച്ച ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ജിയ, എല്ലാവരും എന്നെ മോശമായി കണ്ടപ്പോഴും നീ എന്റെ നിഴൽ പോലെ എന്റെ കൂടെ നിന്നു. നിന്റെ പോലെ ഒരു മനസ്സുള്ള പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭിക്ഷക്കാരന്റെ വേഷം ധരിച്ചത്. എല്ലാവരും നിന്റെ ഭിക്ഷ ചോദിക്കുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സിനിമ ഡയലോഗൊക്കെ നിർത്ത്. എന്റെ സഹോദരിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിർത്ത്. ജിയ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിലൊക്കെ നിന്നെ വലിച്ചിഴച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഒരു കാര്യം ചെയ്യൂ, ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞോളൂ പ്ലീസ്. ജിയ, നിന്റെ സ്വപ്നങ്ങളിൽ നീ സ്നേഹിച്ച ആ മനുഷ്യൻ ഞാനാണ്. മതി, അകത്ത് വാ. ഈ ഭിക്ഷക്കാരനെ ഞാൻ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കും. വാ. മോം, 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 മോം. ജിയ, ജിയ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവൻ ഇത്രയും നേരിട്ട് ഓരോ പൊട്ടത്തരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാരും അതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയാണോ? ഇവൻ ഇത്രയും പേടിയാണോ? ജിയ, നീ അകത്തേക്ക് പോ. ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം. ആരെങ്കിലും ഇദ്ദേഹത്തെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാ ഞാനും ഇദ്ദേഹത്തിന്റെ കൂടെ പോകും. ഇന്ന് ഇവനെ ഞാൻ ശരിയാക്കും. ഇവൻ എത്ര ധൈര്യമുണ്ട് എന്റെ ഏരിയയിൽ വന്ന് എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ. ഇത് ജിയയുടെ വീടാ. പിന്നെ നീ എന്തിനാ ഇവിടെ തെരുവ് നായയെ പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നേ? ജയരാജ്, എന്താ നീ ചെയ്യുന്നത്? എന്റെ കാറിൽ കൈവച്ചതാരാ? വരുൺ അഹൂജയുടെ കാറിൽ തൊടാൻ ധൈര്യം കാണിച്ചത് ആരാണ്? വരുൺ ഭയ്യ, ഇവനാണ്. ആദ്യം നിങ്ങളുടെ കാറിന്റെ ലോക്ക് ഇവൻ പിന്നെ വെച്ച് തുറന്നു. പിന്നെ അകത്ത് കയറി വയറുകളൊക്കെ പൊട്ടിച്ച് കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തെടുത്തു. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഈ വലിയ കള്ളൻ ഞങ്ങളുടെ കാർ മോഷ്ടിച്ചു കൊണ്ടുപോയേനെ. എന്റെ കാറിൽ കൈവയ്ക്കാൻ മാത്രം ധൈര്യം നിനക്കുണ്ടോ? സത്യം സത്യം പോലെ പറഞ്ഞു. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ നേരെ ജയിലിലാക്കി. സർ, ഇയാൾ പറയുന്നത് കള്ളമാണ്. ഇഷാൻ നിങ്ങളുടെ കാറ് തകർക്കപ്പെടാതിരിക്കാൻ രക്ഷിച്ചതാണ്. ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മോം, നിങ്ങളെങ്കിലും എന്തെങ്കിലും പറ. വരുൺ ഭയ്യയുടെ കാറിന് ഒന്നും ചെയ്യരുതെന്ന് ആ ഗുണ്ടകളുടെ കാല് പിടിച്ച് അപേക്ഷിച്ചത് നിങ്ങൾ തന്നെയല്ലേ? അല്ലെങ്കിൽ കുറ്റം നിങ്ങളുടെ മേലാകുമെന്ന് പറഞ്ഞില്ലേ? ഇനിയെങ്കിലും സത്യം പറ. അതെ. എന്താ ജിയ നീ പറയുന്നത്? വരുൺ ഭയ്യ അങ്ങനെയൊന്നുമല്ല. ഇവൻ പറയുന്നതിൽ ഒരു തരി സത്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പേര് മിണ്ടാതെ നിൽക്കുമായിരുന്നോ? അതൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കാറ് മോഷ്ടിക്കാൻ നോക്കിയതാണല്ലേ നീ? നോക്ക്, നിന്റെ പഴയ ആ വില കുറഞ്ഞ കാറ് മോഷ്ടിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എന്താ പറഞ്ഞത്? നിനക്ക് ഇത്രയും ധൈര്യോ, ഇത്രയും അഹങ്കാരോ? ഞാൻ പറഞ്ഞത് സത്യ. ഞാൻ എന്തിനാണ് കാറ് മോഷ്ടിക്കുന്നത്? എനിക്ക് സ്വന്തമായ ഒരു കാർ ഫാക്ടറി തന്നെയുണ്ട്.
വരുൺ ഭയ്യ, ഇയാളൊരു ഭിക്ഷക്കാരനാ. അതിനു മുകളിൽ നല്ലൊരു കള്ളനും. ആദ്യം നിങ്ങളുടെ കാറ് മോഷ്ടിക്കാൻ നോക്കി, ഇപ്പോഴിതാ നിങ്ങളുടെ കാറിനെയും നിങ്ങളുടെ സ്റ്റേറ്റസിനെയും തന്നെ തള്ളി പറയുന്നു. വരുൺ ഭയ്യ, എന്തെങ്കിലും ചെയ്യ്. സാറ് പറയുന്നത് സത്യം. ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ്. ഷേർലി, ഞാൻ ഓർഡർ ചെയ്ത എല്ലാ വാഹനങ്ങളും എവിടെ എത്തിയെന്ന് ചെക്ക് ചെയ്യും. ഷുവർ സർ. എടാ മണ്ട, പിന്നോട്ട് എണ്ണാൻ അറിയോ നിനക്ക്? സ്റ്റാർട്ട്. 3, 2, 1. സർ, കാറുകൾ എത്തിക്കഴിഞ്ഞു. അയ്യോ, ഇത്രയും വലിയ കാറുകളോ? ഏതോ വലിയ VIP വന്നതുപോലെയുണ്ട്. രാജീവ് ആരെയോ വലിയ ആളെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നും കണ്ടാലും ഇവര് വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ എല്ലാ നിറങ്ങളിലുള്ള കാറുകളും ഞങ്ങളുടെ കാർ ഫാക്ടറിയിൽ നിന്നുള്ളതാണ്. ഇത്രയും വലിയ ആളിന് നിങ്ങളുടെ കാർ മോഷ്ടിക്കേണ്ട ഒരാവശ്യവുമില്ല. ബേബി, ഇതെങ്ങനെ സാധിക്കും? ഇന്ന് രാവിലെ വരെ ഭിക്ഷ ചോദിച്ച് നടന്ന ആളല്ലേ, പെട്ടെന്ന് കാർക്കിംഗ് ആയോ? അതെങ്ങനെ? ബേബി, ഇതിലെന്തോ വലിയ കളിയുണ്ട്. പ്രശ്നമില്ല. ഇന്നത്തെ കാലത്ത് പേഴ്സണൽ അസിസ്റ്റന്റിനെയും ലക്ഷറി കാറിനെയും വാടകയ്ക്ക് കിട്ടും. അതൊന്നും ഒരു കാര്യമില്ല. അതെ അതെ, ഞാനും അത് ആലോചിച്ചത്. ഫേക്ക് ബോയ് ഫ്രണ്ടിനെ വരെ വാടകയ്ക്ക് എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇവള്. അപ്പോൾ ഇതിന്റെ പിന്നിലെ മാസ്റ്റർ മൈൻഡ് ഇവളായിരിക്കും. ഈ ഫേക്ക് കാറുകളും ഈ ഫേക്ക് സെക്രട്ടറിയെയും എല്ലാം ആരെങ്കിലും കാശ് കൊടുത്ത് ഒരുക്കിയതായിരിക്കും. ജയരാജ്, നിങ്ങളെപ്പോലെ ഇത്രയും തരം താണ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തരം താണവനാണ്, നീയും തരം താണവളാണ്. നിന്റെ ഈ ഭിക്ഷക്കാരനും തരം താണവനാണ്. നിങ്ങളെപ്പോലെയുള്ള ചെറിയ ആളുകൾക്ക് ഞങ്ങളെപ്പോലെയുള്ള വലിയ ആളുകളുടെ ഇടയിൽ സംസാരിക്കാൻ പോലും യോഗ്യതയില്ല. പറയ്, എത്ര രൂപയ്ക്കാ നിന്നെ വാങ്ങിയത്? ഈ ഭിക്ഷക്കാരൻ എത്ര കൊടുത്താ നിന്നെ സ്വന്തമാക്കിയത്? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിന്റെ വലിയ ഹീറോ ആണെന്ന് നീ തന്നെ വിചാരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഒരാണിനെ പോലെ നേരിട്ട് നേരിടാനുള്ള ധൈര്യം നിനക്കില്ലാത്തത്. നീ അതിര് കിടക്കുക. ഞാനൊരു ഫോൺ കോൾ ചെയ്താൽ മതി, ജീവിതകാലം മുഴുവൻ നീ ജയിലിൽ കിടന്ന് ചീഞ്ഞു പോകും. കഴിവില്ലാത്ത നാണം കെട്ടവൻ. ഈ നാടകം നിർത്ത്. നിങ്ങളുടെ ഡ്രാമയുമായി എനിക്കൊരു ബന്ധവുമില്ല. ആ കാറിന്റെ രജിസ്ട്രേഷൻ പേപ്പേഴ്സ് കാണിക്കുക. അതെ അതെ, കാണിക്കടാ. ഭിക്ഷക്കാരന്റെ പേരിലുള്ള കാർ എങ്ങനെയുണ്ടെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. ഇതാ രജിസ്ട്രേഷൻ പേപ്പേഴ്സ്. ആ, പേപ്പേഴ്സ് ശരിയാ, ഇവന്റെ പേരിലാണ്. അയ്യോ വരുൺ ഭയ്യ, അത് ഫേക്ക് ആയിരിക്കും. റോഡിൽ എത്ര ഫേക്ക് നോട്ടറിമാരെ വേണമെങ്കിലും കിട്ടും. ആരെങ്കിലും കൊണ്ടുണ്ടാക്കിയതായിരിക്കും. ഇതൊക്കെ തട്ടിപ്പാന്നേ. ഇവൻ എന്റെ അനിയത്തിയുടെ മേലെ എന്തോ മന്ത്രവാദം ചെയ്തിട്ടുണ്ടാവും. അല്ല, ഈ റെന്റൽ കാറുകൾക്ക് ദിവസ വാടക എത്രയാ? ഞങ്ങൾക്കും ഒരെണ്ണം ട്രൈ ചെയ്യാലോ. ഇവയെല്ലാം പുതിയ മോഡൽസ് ആണ്. പുതിയ ലോസ്ല EV മോഡൽ വന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. ഞാൻ എന്തിനാ കാറ് മോഷ്ടിക്കുന്നത്? എനിക്ക് സ്വന്തമായ ഒരു കാർ ഫാക്ടറി ഉണ്ട്. എന്റെ പേര് ഇഷാൻ അസ്രാണി. ഐ ആം സോറി, എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞു? ഇത് 4ാമത്തെ തവണയാണ് ഞാൻ പറയുന്നത്. എന്റെ പേര് ഇഷാൻ അസ്രാണി, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് അസ്രാണി ഇൻഡസ്ട്രീസ് ആൻഡ് കോർപ്പറേഷൻ. ഇവൻ ആരാന്നേ ഞാൻ പറയാം. ഇവൻ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഞങ്ങൾ ഒരേ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഇവന്റെ അച്ഛനെ എന്റെ അച്ഛന്റെ കടയുള്ള തെരുവില് ചെരുപ്പ് പോളിഷ് ചെയ്തിരുന്ന ആളാ. അങ്ങനെയുള്ളവൻ എങ്ങനെയാ അസ്രാണി ഇൻഡസ്ട്രീസിന്റെ ഓണർ ആവുന്നത്? ഇവന്റെ അച്ഛൻ മരിച്ചപ്പോ ഇവന്റെ അമ്മയ്ക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പോലും പണം ഉണ്ടായിരുന്നില്ല. ഫീസ് പോട്ടെ, ഇവന് ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലായിരുന്നു. പല ദിവസവും ഭക്ഷണം കൊടുത്തിരുന്നതേ ഞാനാ. ദാരിദ്ര്യം കാരണം ഇവന്റെ അമ്മ പോലും ഇവനെ ഉപേക്ഷിച്ചു.
എന്നിട്ട് ഇപ്പൊ പറയാ ഞാനാണ് അസ്രാണി കമ്പനിയുടെ CEO. പറയ്, ആരെങ്കിലും ഇത് വിശ്വസിക്കും? ഇപ്പോഴും സമയമുണ്ട്. സത്യം പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ ഈ തട്ടിപ്പ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. അവർ നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ജീവിതം മുഴുവൻ ചതച്ചരയ്ക്കും. ഇത്രയും നേരം വരെ ഞാൻ മാന്യമായിട്ട് സംസാരിച്ചത്, പക്ഷെ ഇനി നിനക്ക് നിന്റെ യഥാർത്ഥ സ്ഥാനം കാണിച്ചു തരുന്ന സമയമായിട്ടുണ്ട്. ഒരിക്കലും നീ എനിക്ക് നിന്റെ ടിഫിൻ പങ്കുവെച്ചത് ഓർത്താണ് ഞാൻ നിനക്ക് ഇത്രയും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീൽസ് വാങ്ങി തന്നത്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു പണം വന്നാൽ മനസാക്ഷി വരെ വിറ്റ് കളയുന്ന ആളാണ് നീയെന്ന്. ഭിക്ഷ ചോദിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് മാവ് വാങ്ങാൻ പോലും കഴിയാത്ത ഒരാള് റിയൽ എസ്റ്റേറ്റ് ഡീൽ വാങ്ങി തരുമോ? ഇവൻ വെറുതെ വാചകം അടിക്കുക. ഇവൻ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നത്. ബേബ്, ഡോണ്ട് ടേക്ക് ഹിം സീരിയസ്ലി. ഇവനൊരു ജോക്കറാണ്, ജോക്കർ. ഞാൻ ജോക്കറാണല്ലേ? ശരി, ഒന്ന് നിൽക്ക്, ഇപ്പൊ കാണിച്ചു തരാം. ഇവനാണ് ഇഷാൻ അസ്രാണി എന്ന് അവൻ എങ്ങനെ തെളിയിക്കും? കേൾക്കൂ, ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.